രാജ്യത്തിൻ്റെ നൊമ്പരമായി മാറിയ മണിപ്പൂർ കലാപത്തിന് ഇന്ന് 1 വയസ്സ് തികയുന്നു. 230ഓളം ആളുകൾക്ക് ജീവഹാനിയുണ്ടായ കലാപം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കലാപം നിയന്ത്രിക്കാൻ കഴിയാത്ത ഭരണ പരാജയമാണ് ഒരു കൊല്ലത്തിനിടെ മണിപ്പൂർ സാക്ഷ്യം വഹിച്ചത്. കുക്കി സംഘടനയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാനത്ത് നിന്ന് സമ്പൂർണ്ണ അടച്ചിടലാണ്. കിഴക്കിന്റെ രത്നം എന്നറിയപ്പെടുന്ന മണിപ്പൂരിൽ പൊട്ടിപ്പുറപ്പെട്ട വംശീയ കലാപത്തിന്റെ കനൽ ഇന്നും കെട്ടടങ്ങിയിട്ടില്ല. 2023 മെയ് 3-നാണ് ഭൂരിപക്ഷ സമുദായമായ മെയ്തൈകളും ഗോത്രവിഭാഗക്കാരായ കുക്കികളും തമ്മിൽ സംഘർഷം ആരംഭിച്ചത്. മെയ്തൈ വിഭാഗക്കാരെ പട്ടികവർഗ പദവിയിൽ ഉൾപ്പെടുത്താനുള്ള മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവിനെതിരെ കുക്കി വിഭാഗക്കാർ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചതാണ് കലാപത്തിന്റെ തുടക്കം. പിന്നെ രാജ്യം സാക്ഷിയായത് ഏറ്റവും ദൈർഘ്യമേറിയ കലാപത്തിന്റെ നാളുകൾക്കാണ്. 2000ഓളം പേർക്ക് പരിക്കേറ്റു. സ്ത്രീകൾ കൂട്ടബലാത്സംഗത്തിന് ഇരകളായി. 1000ഓളം വീടുകൾ കത്തിനശിച്ചു. ക്രൈസ്തവ ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കപ്പെട്ടു. സ്ത്രീകളും പിഞ്ചു കുഞ്ഞുങ്ങളുമായി അഭയാർത്ഥി ക്യാമ്പുകൾ നിറഞ്ഞു. ചുരാചന്ദ്പൂരിൽ സ്ത്രീകളെ ജനക്കൂട്ടം നഗ്നരാക്കി ലൈംഗിക അതിക്രമത്തിന് ഇരകളാക്കിയത് രാജ്യത്തിന്റെ നൊമ്പരമായി. മെയ്തൈ വിഭാഗത്തെ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് പരസ്യമായി പിന്തുണച്ചത് കലാപത്തിന്റെ ആക്കം കൂട്ടി. കലാപത്തിന് കാരണമായ വിധിയിൽ മണിപ്പൂർ ഹൈക്കോടതി ഭേദഗതി വരുത്തിയെങ്കിലും അപ്പോഴേക്കും 2 വിഭാഗങ്ങളാൽ സംസ്ഥാനം വിഭജിക്കപ്പെട്ടു. മെയ്തൈകൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ കുക്കികൾക്കും, കുക്കികൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ മെയ്തൈകൾക്കും പ്രവേശനം നിഷേധിച്ചു. അതിർത്തികളിൽ ബങ്കറുകൾ കെട്ടി ആയുധധാരികളായി ഇരുവിഭാഗവും നിലയുറപ്പിച്ച കാഴ്ചയ്ക്കാണ് കലാപമേഖലയിലെത്തിയ 24 വാർത്താ സംഘം സാക്ഷിയായത്. സമാധാനം എന്നു പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് ഭരണകർത്താക്കൾക്ക് നേരെ മണിപ്പൂർ ജനത ഇന്നും ചോദിക്കുന്നു. വർഷം 1 കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാത്തതിലുള്ള അമർഷം ഇപ്പോഴും അലയടിക്കുന്നുണ്ട്. നിതിൻ അംബുജൻ, 24, ഡൽഹി.